കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദയുടെ വീട്ടിൽ തകൃതിയായ കല്യാണ ഒരുക്കങ്ങൾ നടക്കാണ്. ധനശേഖരനും രാവിലെ തന്നെ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് മുറ്റത്തൂടെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ വീടിനടുത്തുള്ള റോഡിലൂടെ നടന്നു വരികയാണ് സുഭാഷും ഹരീഷും. ഹരീഷ് സുഭാഷിനോടായി ഒരു വണ്ടി വാങ്ങിക്കേണ്ട കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് സുനന്ദയുടെ വീടിനടുത്ത് എത്തുന്നുണ്ട്. ജനലിലൂടെ നോക്കുന്ന സുനന്ദയെ സുഭാഷ് റോഡിൽ നിന്നും കാണാണ്. അപ്പോഴേക്കും ധനശേഖരനും അവരെ വീട്ടുമുറ്റത്ത് നിന്ന് കാണുന്നുണ്ട്. ധനശേഖരൻ അപ്പോഴേക്കും പണിക്കാരനോടായി, എടാ ബെന്നി, ഈ നാട്ടിൽ ഇനി ഇങ്ങനൊരു കല്യാണം നടക്കരുത്. ധനശേഖരന്റെ മകളെ കെട്ടിയത് വെറും ഒരു ചൊക്ലിയല്ലാന്ന് ഈ നാട്ടിലെല്ലാവരും അറിയണം എന്നയാൾ സുഭാഷ് കേൾക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും, പറയും ധനയേട്ടാ, അമ്മാതിരി കാശല്ലേ ധനയേട്ടനെടുത്ത് വീശുന്നത് എന്ന് ബെന്നിയും പറയുന്നുണ്ട്. ഒരു വീട്ടുകാരഴിച്ച് ഈ നാട്ടിലെ എല്ലാവരും കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും ബെന്നി. അപ്പോൾ ഈ നാട്ടുകാർക്ക് മനസ്സിലാവും ആ വീട്ടുകാരുടെ വില ഈ നാട്ടിൽ എത്രയാണെന്ന് എന്ന് ധനശേഖരൻ പറയുമ്പോൾ ഹരീഷും ദേഷ്യത്തോടെ, ഏട്ടൻ ഇപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇയാളുടെ മുഖത്തിട്ട് 2 പൊട്ടിക്കും. ഏട്ടൻ സമ്മതിക്കോ എന്നവൻ ചോദിക്കുമ്പോൾ, നീ ഒന്ന് ചുമ്മാതിരുന്നേ, എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകുന്നേ എന്ന് ഹരീഷിനോട് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ തന്നെ നോക്കി നിൽക്കുന്ന സുനന്ദയെയും ഒരു നോക്ക് നോക്കിക്കൊണ്ട് സുഭാഷ് ഹരീഷിനെയും കൂട്ടി അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ അലക്കിയ തുണികൾ ഉണങ്ങാൻ വിരിച്ചിടുമ്പോഴാണ് നിധിയുടെ അടുത്തേക്ക് ഇങ്ങെയുന്ന ഫോണുമായി നികേഷ് വരുന്നത്. ഏട്ടത്തി ഫോൺ എന്നവൻ പറയുമ്പോൾ, ആരാടാ എന്നവളും ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി എന്നാ കാണുന്നേ എന്നവൻ പറയുമ്പോൾ, ദാ ഞാൻ വരുന്നു എന്നും പറഞ്ഞ് അവൾ പോയി ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അന്ന് നമ്മൾ കണ്ട ഏട്ടത്തി ആയിരിക്കും അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അല്ലാതെ എനിക്കാരാ വേറെ ഏട്ടത്തിയുള്ളേ എന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ അവൾ കോൾ എടുക്കുമ്പോഴേക്കും, ഹലോ നിധി, നീ എവിടെയാ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. വീട്ടിൽ എന്ന് നിധി പറയുമ്പോൾ, എങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. എന്താ എന്നവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ, ഞാനിവിടെ തിരുവനന്തപുരത്തുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ എന്നവൾ പറയുമ്പോൾ, ആഹാ അത് ശരി, ഏട്ടനിപ്പോൾ കൂട്ടുവരാനൊക്കെ തുടങ്ങിയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ബെസ്റ്റ്, 1 മണിക്കൂർ അധികം കിട്ടിയാ അപ്പോൾ ഓഫീസിൽ പോയി ഇരിക്കുന്ന നിന്റെ ഏട്ടനോ? ഞാൻ തനിയെ വന്നതാ, ഇവിടെ വന്നപ്പോൾ നിന്നെ കാണാനൊരു മോഹം, അതാ വിളിച്ചേ എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അതിനെന്താ ഏട്ടത്തി, എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് നിധി പറയുമ്പോൾ, നീ ആയിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം, നിന്റെ ലൊക്കേഷൻ അയക്ക് എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അയ്യോ ഇങ്ങോട്ടേക്കോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെ അതിനെന്താ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. അല്ല ഏട്ടത്തി വെറുതെ ബുദ്ധിമുട്ടണ്ട എന്നവൾ പറയുമ്പോൾ, എനിക്ക് എന്ത് ബുദ്ധിമുട്ടാവും നിധി, നിനക്കാണെങ്കിൽ ഇനി ഒരുങ്ങൊക്കെ വേണ്ടേ, എനിക്ക് ആ ലൊക്കേഷൻ ഒന്നിട്ട് തന്ന് കാർ അങ്ങോട്ട് തിരിച്ച് വന്നാൽ മതിയല്ലോ എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള വഴിയാ, ഏട്ടത്തിക്ക് പാടാവും എന്ന് നിധി പറയുമ്പോൾ, ഞാൻ അങ്ങോട്ട് വരുന്നതും നീ ഇങ്ങോട്ട് വരുന്നതൊക്കെ ഒരുപോലല്ലേ, എനിക്ക് നിന്റെ കിളിക്കൂട് കാണണം, അവിടെയുള്ള എല്ലാവരെയും. എപ്പോഴെങ്കിലും അരുണേട്ടൻ അവരെ കുറ്റം പറയുമ്പോൾ എനിക്ക് മനസ്സിലെങ്കിലും പറയാലോ, അവരൊന്നും അങ്ങനെയുള്ളവരല്ലെന്ന്. നീ പെട്ടെന്ന് ലൊക്കേഷൻ അയക്ക് എന്ന് സാന്ദ്ര പറയുമ്പോൾ, ശരി ഏട്ടത്തി, ഞാൻ അയച്ചേക്കാം എന്നും പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്തു പറ്റിയ ഏട്ടത്തി എന്ന് നികേഷ് സംശയത്തോടെ നിധിയെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ, ഏട്ടത്തി ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു എന്ന് നിധിയും പറയുന്നുണ്ട്. അയ്യോ പെട്ടല്ലോ നമ്മൾ, സ്വതവേ കാണാൻ കൊള്ളില്ല, അതിൻ്റെ മേൽ ഇത്ര അലങ്കോലവും, എന്താപ്പ ചെയ്യാ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ വാങ്ങിയിട്ട് വാ, ജ്യൂസ് അടിച്ചു കൊടുക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. അതിന് നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് അല്ലേ, എന്തായാലും ഞാൻ ജ്യൂസായിട്ട് തന്നെ വാങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, അല്ല ഏട്ടത്തി, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, നീ പോയി വേണ്ടതൊക്കെ വാങ്ങിയിട്ട് വാ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. അങ്ങനെ അവൻ ജ്യൂസ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. നിധി അപ്പോഴേക്കും വീടെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കാണ്. അവൾ തൻ്റെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും ജ്യൂസും വാങ്ങി അങ്ങോട്ട് വരികയാണ്. നിധി എല്ലാ സ്ഥലവും വൃത്തിയാക്കിയതിന് ശേഷം വിളക്കൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അങ്ങോട്ട് വരികയാണ്. ആഹാ ഏട്ടത്തി സൂപ്പറാക്കിയല്ലോ എന്നവൻ പറയുമ്പോൾ, ആണോടാ നന്നായോ എന്നവളും ചോദിക്കുന്നുണ്ട്. പിന്നെ ഏട്ടത്തിക്ക് ഈ വീട് വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഏട്ടത്തി ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ചന്ദനത്തിരി കൂടിയായപ്പോൾ അഡീഷണൽ ഒരു സ്പ്രേ കൂടിയായി എന്നും പറഞ്ഞുകൊണ്ട്, ഞാനേ ഇത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അടുക്കളയിലെത്തിയ നികേഷ് ഹരീഷിനെയും സുഭാഷിനെയും സുധീഷിനെയും ഗ്രൂപ്പ് കോൾ വിളിക്കുകയാണ്. 3 പേരോടുമായി നിധിയുടെ ഏട്ടത്തിയമ്മ വരുന്ന കാര്യം നികേഷ് പറയുന്നുണ്ട്. അവർ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വേണ്ടേ എന്നവൻ പറയുമ്പോൾ, അത് ശരിയാ, ഞാൻ എന്തായാലും വന്നോളാം എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഹരീഷ്, ഞാനിപ്പോൾ വരണോടാ, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് സംശയത്തോടെ പറയുമ്പോൾ, നീ വരണ്ട, ഞാൻ പോയിക്കോളാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ സുധീഷ് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് വരികയാണ്. നിധി നിധി എന്നവൻ ഡൈനിങ് ഹാളിൽ വന്ന് വിളിക്കുമ്പോഴേക്കും, എന്താ ഈ നേരത്ത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഏട്ടത്തി വരുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഓടി വന്നേ, ഇതുവരെ എത്തിയില്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇല്ല എത്തിയില്ല എന്നവളും പറയാണ്.
ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇതാ എന്നും പറഞ്ഞ് അത് നിധിക്ക് നീട്ടുമ്പോഴേക്കും ഞാൻ നികേഷിനെ കൊണ്ട് ജ്യൂസൊക്കെ വാങ്ങിപ്പിച്ചായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാലേ സാരമില്ല, ഇതൊക്കെ ഇവൻ അവസാനിപ്പിച്ചോളും എന്ന് പറഞ്ഞ് ആ കവർ നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓഹോ, ബിസ്ക്കറ്റും സ്നാക്സും വെച്ച് റീൽസ് കാണുന്നത് ഞാനാണല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ ഇനി എന്തെങ്കിലും വേണോ എന്ന് നിധിയോടായി സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ട എന്നവൾ പറയുമ്പോഴേക്കും മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ഹോൺ അവർ കേൾക്കുന്നുണ്ട്. നിധിയും നികേഷും സുധീഷും ഒക്കെ സാന്ദ്രയെ സ്വീകരിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സാന്ദ്ര കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഏട്ടത്തി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് നിധി ചോദിക്കാണ്. സാധാരണ വല്ല കാട്ടുമുക്കുവാണെങ്കിൽ എളുപ്പവഴി എന്നും പറഞ്ഞ് വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കുന്നതാ, ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചു എന്ന് സാന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും ഏട്ടത്തി സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്നവൾ മൂളുമ്പോഴേക്കും അവിടെ മറ്റെല്ലാവർക്കോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അസുഖമൊന്നുമില്ല എന്നവൾ അല്പം ദേഷ്യത്തോടെ പറയാണ്. സാന്ദ്ര അപ്പോഴേക്കും വീടൊക്കെ നോക്കുന്നത് കണ്ട് ഇതെന്താ മൊത്തത്തിൽ സ്കാൻ ചെയ്യുവാണല്ലോ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. നിധി അപ്പോഴേക്കും സാന്ദ്രയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് നികേഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നികേഷ്, സുധീഷിന്റെ അനിയന എന്നവൾ പറയുമ്പോൾ ആ ഒരിക്കൽ കണ്ടല്ലോ, ഓർക്കുന്നു എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അന്ന് ഏട്ടത്തിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നില്ലേ, അപ്പോഴായിരിക്കും എന്ന് നികേഷ് പറയുമ്പോൾ നിധിയും അന്ന് അവളുടെ വീട്ടിൽ പോയ കാര്യമൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് നിധിയുടെ കൂടെ നികേഷിനെ കണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ സുധീഷിന്റെ അനിയനാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ അവനോട് ദേഷ്യത്തോടെ ഗേറ്റിന് പുറത്തേക്ക് നിൽക്കാനൊക്കെ പറഞ്ഞത് അവൾ വിഷമത്തോടെ ഓർത്തെടുക്കാണ്. വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് നികേഷ് പറയുമ്പോഴേക്കും സാന്ദ്ര വീടൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാണ്. എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എല്ലാം ഒന്ന് നോക്കി വച്ചേക്കാം എന്ന് കരുതി എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. പഴയ വീടായതുകൊണ്ട് വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്, ഒരു കൗതുകം കൊണ്ടാ ഈ ആന്റിക് പീസൊക്കെ പോലെ എന്ന് നികേഷ് പറയുമ്പോൾ ഓഹോ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നിധി സാന്ദ്രയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. എന്തു പറ്റി പതിവില്ലാതെ ഇങ്ങനെ മുനവച്ചൊരു സംസാരം എന്ന് നികേഷിനോടായി സുധീഷ് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഏട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട്. സാന്ദ്രയും കൂട്ടി നിധി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും നികേഷും സുധീഷും അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷ് നികേഷിനോടായി ഇരിക്കാൻ കസേര എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ നികേഷ് ഒരു കസേര എടുത്ത് സാന്ദ്രയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. സാന്ദ്ര അതിലേക്ക് ഇരുന്ന് വീട് മുഴുവൻ നോക്കിക്കൊണ്ട് എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാറായ ഈ വീട്ടിലാണോ ഇവൾ താമസിക്കുന്നത് എന്ന് സാന്ദ്ര മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും നികേഷ് വെള്ളവുമായി വരുന്നുണ്ട്. വാങ്ങിച്ചോ എന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര വലിയ താല്പര്യമൊന്നുമില്ലാതെ പോലെ ആ വെള്ളം വാങ്ങിച്ച് ആ ഗ്ലാസ്സിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് നിലത്ത് വയ്ക്കുന്നുണ്ട്. ഇതാണോ വീട് എന്ന് അല്പം നീരസത്തോടെ സാന്ദ്ര ചോദിക്കുമ്പോൾ അതെ ഇത് തന്നെയാ വീട് എന്ന് സുധീഷും പറയുന്നുണ്ട്. വാഷ്റൂം എവിടെയാ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ വാ കാണിച്ചു തരാം എന്നും പറഞ്ഞ് നിധി സാന്ദ്രയും കൂട്ടി പോകുന്നുണ്ട്. എടാ നികേഷേ, എന്താടാ ബാത്റൂമിന്റെ അവസ്ഥ, കൊള്ളാവോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അറിയില്ല ഏട്ടാ, അവസാനം പോയത് അച്ഛനാ എന്ന് നികേഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ എല്ലാം പൊളിഞ്ഞു, നീ വന്നേ എന്നും പറഞ്ഞ് നികേഷിനെയും കൂട്ടി സുധീഷും അങ്ങോട്ട് ഓടുന്നുണ്ട്. സാന്ദ്രയും ബാത്റൂമിൽ കയറി ബാത്റൂമിലെ ദുർഗന്ധം കാരണം മൂക്കും വായും പൊത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്തു പറ്റി ഏട്ടത്തി, ക്ലീൻ അല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് സാന്ദ്ര പറഞ്ഞ് അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി അതൊന്നും നിധി ചെയ്യണ്ട, ഞാൻ ക്ലീൻ ചെയ്തോളാം, നിധി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് സുധീഷ് ബാത്റൂമിന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ സുധീഷ് ബാത്റൂമും ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തുപറ്റി, കുഴപ്പമായിരുന്നു എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഏയ് ഇത്തിരി ഷോ ആണോ എന്നൊരു സംശയം എന്ന് സുധീഷും പറയാണ്. സുധീഷും നികേഷും ഡൈനിങ് ഹാളിലേക്ക് പോയി അവിടെ ഇരിക്കുന്ന സാന്ദ്രയോടായി ഇപ്പോൾ ക്ലീൻ ആണ്, പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. ഏട്ടത്തി ഞാൻ ജ്യൂസ് വാങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടുവരാം എന്നവൾ പറയുമ്പോൾ വേണ്ട എന്ന് സാന്ദ്ര പറയുന്നുണ്ട്. നിധി പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി വരുന്നുണ്ട്. വേണ്ട നിധി എന്ന് സാന്ദ്ര അല്പം നീരസത്തോടെ പറയുന്നുണ്ട്. വാങ്ങിച്ചോ ഏട്ടത്തി, ഇത് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാ പറഞ്ഞുകൊണ്ട് അവൾ ആ ജ്യൂസ് സാന്ദ്രയ്ക്ക് കൊടുക്കുമ്പോൾ അതും വാങ്ങി അല്പം അസ്വസ്ഥതയോടെ സാന്ദ്രയും അവിടെ തന്നെ ഇരിക്കാണ്. വായേട്ടത്തി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് റൂമിലേക്ക് സാന്ദ്രയെ വിളിക്കുമ്പോൾ സാന്ദ്ര കയ്യിലുള്ള ജ്യൂസ് നിലത്ത് തന്നെ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ നിധിയുടെ റൂമിൽ ചെന്ന് സാന്ദ്ര കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. സാന്ദ്രയുടെ മുഖം കണ്ട് എന്തു പറ്റി ഏട്ടത്തി എന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നും പറ്റിയില്ലേ, ഇങ്ങനെ സഹിച്ചു ജീവിക്കേണ്ട കാര്യം എന്താ നിനക്ക്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട് ഇവിടെ അടുത്തുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അങ്ങോട്ട് മാറി നിധി, ഇനിയും ഇവിടെ ഇങ്ങനെ ജീവിക്കല്ലേ, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല, ഇവിടെ എല്ലാവർക്കും ഒറ്റ ബാത്റൂമേ ഉള്ളൂ, നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ സാധാരണ എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാറുള്ളതാ, പിന്നെന്തോ മറന്നുപോയി എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവിടെ തൂത്തു തുടച്ചിടാനും ബാത്റൂം കഴുകാനും ആണോ നീ ഇത്രയും പഠിച്ചത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അയ്യോ ഏട്ടത്തി, എന്നെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യിക്കാറില്ല, ഞാൻ മിക്കവാറും പഠിച്ചും വായിച്ചൊക്കെയാ സമയം കളയാറ് എന്ന് നിധിയും പറയുന്നുണ്ട്. അതിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ ഞാൻ ഇതൊന്നും അത്ര കാര്യമായി എടുക്കുന്നില്ല ഏട്ടത്തി,
എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് നിനക്ക് വിധിയൊന്നുമില്ല നിധി, ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് സാന്ദ്ര പറയുമ്പോൾ അതൊക്കെ വീട് ഏട്ടത്തി, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. നിഹാരക്കുട്ടി എന്തു പറയുന്നു എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സുഭാഷും പണി സൈറ്റിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. സുഭാഷ് അകത്തേക്ക് കയറി ചെന്ന് സുധീഷിനോടായി അവരെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നവൻ പറയുമ്പോൾ ഒന്നും കുടിക്കാൻ കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കൊടുത്തു, പക്ഷെ കുടിച്ചില്ല എന്ന് തറയിലിരിക്കുന്ന ജ്യൂസ് കാണിച്ചുകൊണ്ട് നികേഷ് പറയാണ്. ഞാനേ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുത്താലോ എന്നവൻ ചോദിക്കുമ്പോൾ കഴിക്കുമെന്ന് തോന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ, എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, നീയേ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വാ എന്ന് നികേഷിനോടായി സുഭാഷ് പറയുന്നുണ്ട്. നികേഷ് പ്ലേറ്റ് എടുക്കാൻ അകത്തേക്ക് പോകുമ്പോഴേക്കും സുഭാഷ് നിധിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. മോളെ നിധി എന്ന് സുഭാഷ് വിളിക്കുമ്പോൾ വാ ഏട്ടാ എന്ന് പറഞ്ഞ് നിധിയും സുഭാഷിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഏട്ടത്തി, ഇതാ സുഭാഷ് ഏട്ടൻ എന്നവൾ സാന്ദ്രയോടായി പറഞ്ഞുകൊണ്ട് സുഭാഷിനെ പരിചയപ്പെടുത്തുമ്പോൾ സുഭാഷ് നമസ്കാരം പറയുമ്പോൾ സാന്ദ്രയും ഒന്ന് മൂളുന്നുണ്ട്. കാര്യമായിട്ട് എന്തോ സംസാരിച്ചിരിക്കായിരുന്നല്ലേ, ഇടയിൽ വന്നതിന് സോറി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നികേഷും പ്ലേറ്റുമായി എത്തുന്നുണ്ട്. സുഭാഷ് പ്ലേറ്റ് വാങ്ങി തൻ്റെ തോളത്തിരുന്ന തോർത്തെടുത്ത് അതൊന്ന് തുടച്ച് അതിലേക്ക് സമൂസ ഇടുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും സോസിൻ്റെ പാക്കറ്റ് വായിക്കൊണ്ട് കടിച്ചു പൊട്ടിച്ച് സോസ് ഒഴിക്കുന്നത് കണ്ട് സാന്ദ്ര അല്പം അറപ്പോടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ഹസനായിക്കയുടെ കടയിൽ നിന്നാണോ എന്ന് ചോദിച്ച് സുഭാഷിൻ്റെ കയ്യിൽ നിന്നും ആ പ്ലേറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഇതായിട്ടെത്തി ഇവിടെ അടുത്ത് ടീ ഷോപ്പിൽ നിന്നാ എന്നവൾ പറയുമ്പോൾ സുഭാഷ് ശരി നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. നിധി വീണ്ടും പ്ലേറ്റ് സാന്ദ്രയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് കഴിക്കേട്ടെത്തി എന്ന് പറയുമ്പോൾ വേണ്ട നിധി, എനിക്ക് വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട എന്നവളും പറയുന്നുണ്ട്. നീ തെറ്റായിട്ട് എടുക്കേണ്ട, ഇനി നീ അങ്ങനെ തന്നെ കരുതിയാലും എനിക്ക് കുഴപ്പമില്ല, ഇവിടെ നിന്ന് നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് സാന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നിധിയും പുറകെ തന്നെ വരുന്നുണ്ട്. അവർ ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും സുഭാഷും വെള്ളത്തിൻ്റെയും ജ്യൂസിൻ്റെയും ഗ്ലാസ്സൊക്കെ എടുത്ത് മുകളിൽ വയ്ക്കുന്നുണ്ട്. സാന്ദ്ര സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ശരി വരട്ടെ എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് പോവാണോ, ഹരീഷിനോട് ഞാൻ ചിക്കൻ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ എന്നവനും ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് സാന്ദ്ര പറയുമ്പോൾ കുറച്ച് സമയം കൂടി ഇവിടെ നിധിക്ക് അതൊരാശ്വാസമാവും എന്ന് സുഭാഷ് വീണ്ടും പറയുന്നുണ്ട്. വീട്ടിൽ പറയാതെയാ വന്നത്, അധിക സമയം നിന്നാൽ സംശയമാവും, വരട്ടെ എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അവൾ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും അവളുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നിധിയോടൊരു ബൈ പറഞ്ഞ് അവൾ കാറിനടുത്തേക്ക് നടന്ന് തിരിഞ്ഞു നോക്കി സുധീഷിനെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അവൾ ഞങ്ങളുടെ വീട്ടിൽ എത്ര ആർഭാടത്തിലും സന്തോഷത്തിലാണ് കഴിഞ്ഞതെന്ന് സുധീഷിൻ്റെ വീട്ടുകാർക്ക് അറിയില്ലെങ്കിലും സുധീഷിനറിയാലോ. പിന്നെ ഇതെല്ലാം സഹിച്ച് അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, എനിക്ക് 1 മണിക്കൂർ പോലും ഈ വീട്ടിൽ തികച്ചു നിൽക്കാൻ പറ്റില്ല, അവൾ എത്ര മാസമായി ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. നിധിയും എന്തായിട്ടത്തി കാര്യം എന്ന് ചോദിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, നീ ഈ വീട്ടിൽ നിന്നും മാറുന്ന കാര്യം എന്നവൾ പറയുമ്പോൾ ടെൻഷനോടെ നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.